സുഊദ് ഷുറൈം മക്കയിലെ ഇമാമാണ്. 2018 ഇദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് പൂട്ടിച്ചു. അവിടുത്തെ പ്രബലനായ പ്രമുഖനായ ഇമാം അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഇവരുടെ ഈ കാപട്യം തുറന്നു കാട്ടുന്നു എന്ന് കണ്ടപ്പം അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് പൂട്ടിച്ചു. പിന്നെ പതുക്കെ കാണും അദ്ദേഹത്തെ മക്ക ഇമാമിൻ്റെ സ്ഥാനത്ത് അദ്ദേഹത്തെ ഇപ്പോൾ കാണുന്നില്ല. അദ്ദേഹത്തിൻ്റെ തെറ്റെന്താണ്? അദ്ദേഹം തിന്മകൾക്കെതിരായിട്ട് സൂചനകൾ നൽകി, പോരാടിയിട്ടൊന്നുമില്ല, ചെറിയ ചെറിയ സൂചനകൾ നൽകി. ഇവർ പറയാറുണ്ട് ഞങ്ങൾ ഫലസ്തീൻ്റെ കൂടെ. അപ്പോൾ അദ്ദേഹം ഒരു മുറി ആയത്ത് ഓർമ്മിപ്പിച്ചു. അവർ പറയുന്നു അവർ നിങ്ങളോടൊപ്പമാണെന്ന്, അള്ളാഹു സാക്ഷ്യം വഹിക്കുന്നു അവർ കള്ളന്മാരാണെന്ന്. അപ്പോൾ ഇവർ കൃത്യം ഇത് പറയുന്ന സമയത്ത് ഇദ്ദേഹം ഈ ആയത്ത് ഓർമ്മപ്പെടുത്താണ്. അവർ പറയുന്നു അവർ നിങ്ങളോടൊപ്പമാണെന്ന്, അള്ളാഹു സാക്ഷ്യം വഹിക്കുന്നു അവർ കള്ളന്മാരാണെന്ന്. ഈ രീതിയിലുള്ള ചതി നടക്കുന്നത് കൊണ്ടാണ് സത്യത്തിൽ ഫലസ്തീനിൽ ഖുർആനിൽ പറഞ്ഞതുപോലെ ലിൽ കാഫിരീന നസീബുൻ, നിഷേധികൾക്ക് അനുകൂലമായ ചെറിയൊരു സംഗതികൾ ഉണ്ടാകുന്നത് ഇവരുടെ ഈ പിന്തുണ കൊണ്ടാണ്. അതുകൊണ്ടാണ് സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി അന്ന് കുരിശ പട്ടാളക്കാർ 90 വർഷം മസ്ജിദുൽ അഖ്സ കൈയടക്കി വെച്ചപ്പോൾ അദ്ദേഹം നേരെ അങ്ങോട്ടേക്ക് പോയില്ല, മറിച്ച് പരിസര പ്രദേശങ്ങളൊക്കെ ആദ്യം ശുദ്ധിയാക്കി. ആദ്യം ഈജിപ്തിൽ പോയിട്ട് ഫാത്തിമികളിൽ നിന്നും ഇറാഖിൽ പോയിട്ട് ഉബൈദികളിൽ നിന്നൊക്കെ അത് ശുദ്ധമാക്കിയതിന് ശേഷമാണ് അദ്ദേഹം മസ്ജിദുൽ അഖ്സയിലേക്ക് കടന്നത്. കാരണം അവിടെ നിൽക്കുന്ന ആളുകൾക്ക് ഈ പറയുന്ന ചുറ്റുവട്ടത്തുള്ള ആളുകളായിട്ട് അവരുടെ ഏജന്റുമാരെ ഇരുത്തിയാൽ മാത്രമേ സ്വസ്ഥമായിട്ട് അവിടെ ഇരിക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് ഇവർ ഉറുദു ഉലമാ